ശങ്കരൻകുട്ടി പോവല്ലേ? നമുക്ക് ഒരിടത്ത് പോകാനുണ്ട്. ആനയും കൊണ്ടാന്നോ? അല്ലട മണ്ട, മറ്റിടത്ത്. ഓ അത് ശരി. നല്ല തെളിഞ്ഞ ആകാശം, വെളിച്ചം നിറഞ്ഞ പകൽ, നിലാവ് പരന്ന രാത്രി, കൊയ്ത്തുകാലം കഴിഞ്ഞു നിറഞ്ഞ പത്തായങ്ങൾ, തൃപ്തിയും സന്തോഷവുമുള്ള ജനങ്ങൾ, ആകെ കൂടി ഉത്സവത്തിന് ഉചിതമായ കാലവും ചുറ്റുപാടുകളും. അങ്ങനെ തിരുവോണം ആഘോഷിക്കുകയായി. ഓണത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പല കഥകളും ഉണ്ട്. അതിലൊന്ന് മഹാബലി ചക്രവർത്തിയെ കുറിച്ചുള്ളതാണ്. കേരളം ഭരിച്ച ഒരു അസുര ചക്രവർത്തിയായിരുന്നു അത്രേ മഹാബലി. പ്രജകളെ അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്നു, ജനങ്ങൾ അദ്ദേഹത്തെയും. ആരാ? ശങ്കരൻകുട്ടിയാന്നോ? ഓ എന്നാ പിന്നെ ഞാൻ ഇനി കൂട്ടിരിക്കണ്ടല്ലോ. ശങ്കരൻകുട്ടി, നീ ഇനി പണ്ടത്തെ പോലെ ഇങ്ങനെ നടന്നാ പറ്റത്തില്ല കേട്ടോ. വെളുക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയി ചെറുക്കൻ പാതിരാത്രിക്കാന്നോ വന്നു കയറുന്നേ? പാടി പെണ്ണേ. എത്ര പേരോടൊന്നും പറഞ്ഞാ ഞാൻ സമാധാനം പറയുന്നേ? എന്നാ ഇന്നടുത്ത് പോവാന്നൊന്ന് പറഞ്ഞേച്ച് പോക്കൂടായോ? അതിനിപ്പോ ഞാൻ ദൂരെ എങ്ങും പോയില്ലല്ലോ. വാസു മുതലാളിയുടെ ആനയെ കാണാൻ പോയി. പോയേച്ച് ചോറ് വിളമ്പട്ടോ. എത്ര രൂപയ്ക്ക് കുടിച്ചു? കാശൊക്കെ ശുഭമ്പളം ചേട്ടനാ കൊടുത്തേ. ചോറ് തീർന്നു. അപ്പോ ശാന്തമ്മ ഉണ്ടില്ലായിരുന്നോ? സാറില്ലയോ? ഇല്ല, രണ്ടുപേരും കൂടി എങ്ങോട്ടാ?
നല്ല വാതിന് പോവുമായിരിക്കും. സുമാരമുള്ള സാറിന്റെ ഭാര്യയാ. സാർ എല്ലാവർക്കും ഒരു ഉപകാരിയ. ചങ്ങരൻകുട്ടി ചേട്ടാ ഒന്നിങ്ങോട്ടോ. എണറ്റീന്നാ പന്തം നിർത്തോ. പോയിരു പിള്ളേരെ. പന്തെടുക്കാൻ കണ്ട ഒരു നേരം. ചങ്ങരൻകുട്ടി ചേട്ടൻ വരുമല്ലോ ഇപ്പൊ പറയണം. ഇപ്പൊ വരുന്നില്ല, വിട്ടേച്ച് പോയാട്ടെ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാനേ അത്യാവശ്യമായിട്ടില്ല, അവിടെ വരെ ഒന്ന് പോവുക. വന്ന ഉടനെ പന്തെടുക്കില്ല അങ്ങനല്ലേ? അയ്യേ, എന്തൊരു സ്പീഡ്! ഈ വേഷത്തിൽ എങ്ങനെയാ മനുഷ്യരുടെ വെട്ടത്തിൽ എന്ന് കയറുന്നേ? ഓ, ഇതിപ്പോ കഴിയാങ്ങ് പോകത്തില്ലേ? അച്ഛനോടായി ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ വിവാഹവും വേണ്ടെന്ന്. അച്ഛനോടായി ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ വിവാഹവും വേണ്ടെന്ന്. കേൾക്കാതെ അച്ഛനും ചെയ്യിച്ച കാരണം കഷ്ടനഷ്ടങ്ങൾ കിട്ടയായി. കൽപ്പിതമാണല്ലോ ഏറെ യൂരയ്ക്കേണ്ട, കൽപ്പിതം പോലൊക്കെ വന്നോട്ടെ. പെണ്ണായാലെല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിയണം. കടമയാതാണല്ലോ. കടമ മാറുന്നു പ്രവർത്തിച്ചാൽ ദൈവം. ഇല്ല. എപ്പം വരും? അറിഞ്ഞൂടാ. കണ്ടിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. നീ ഇവിടെ തനിച്ചേ ഉള്ളോ? പേടിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ശങ്കരൻകുട്ടി വരാൻ ഇനിയും താമസിക്കുമായിരിക്കും. അല്ല, ഇതാരാ? ശിവൻപിള്ള ചേട്ടനോ? കടമൊക്കെ ചേട്ടപ്പോ എന്താ പറയാ ഞാൻ ഇങ്ങോട്ട് വരുവാന്ന്? ശങ്കരൻകുട്ടി വാ, ഒരു കാര്യം പറയട്ടെ. ശിവൻപിള്ള ചേട്ടൻ നിർബന്ധിക്കരുത്. ഇന്നിനി ഞാൻ ഷാപ്പിലോട്ടില്ല. എടാ, പൈസ ഞാൻ കൊടുക്കാവിടാ. ഇല്ല, വേണ്ട. ഇന്നിനിയിപ്പോ വേണ്ട. എന്നാ പിന്നെ ഞാൻ പോട്ടാ. ആ, പേരെ പാര നടന്നു വെച്ച് കയറി വന്നിരിക്കുന്നു. കൂടെ ഇറങ്ങി പൊയ്ക്കൂടായിരുന്നു. ബാക്കിയുള്ള ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞോളാം. എന്റെ തലേ വിധിയെന്ന് പറഞ്ഞാ മതിയല്ലോ. വേണ്ട. ചോറ് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് എടുത്തോണ്ടോണം.